നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ണറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ട്രീറ്റ്മെൻറ്റുകളാണ്. ഒന്ന്, അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. രണ്ട്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. ആദ്യത്തേത് എടുക്കാം, അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസസ്. Sometimes a firm may have accumulated profits not yet transferred to capital accounts of the partners. These are usually in the form of general reserve or reserve fund or profit and loss account balance. ഒരു സ്ഥാപനത്തിലേക്ക് പുതിയതായി ഒരു പാർട്ണർ കയറി വരുമ്പോൾ ആ സ്ഥാപനത്തിൽ ചിലപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാത്ത പ്രോഫിറ്റോ ലോസോ ഒക്കെ ഉണ്ടായിരിക്കാം. സാധാരണഗതിയിൽ ജനറൽ റിസർവ് എന്ന പേരിലോ റിസർവ് ഫണ്ട് എന്ന പേരിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എന്ന പേരിലോ ഒക്കെ ആയിരിക്കും ആ ബാലൻസ് ഉണ്ടാവുക. പുതിയതായി വരുന്ന പാർട്ണർക്ക് ആ ഒരു ബാലൻസിൽ ആ ജനറൽ റിസർവിൽ യാതൊരുവിധ അവകാശവുമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? These amount are distributed among the partners by transferring it their capital accounts in old profit sharing ratio. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ ആ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ ലോസ്, ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വിതരണം ചെയ്യുകയാണ് വേണ്ടത്. ഒരിക്കൽ കൂടെ പറയട്ടെ, such type of amounts are distributed among the partners in their old profit sharing ratio. ഇത്തരം വിതരണം ചെയ്യാത്ത ലാഭമോ അതല്ലെങ്കിൽ നഷ്ടമോ ജനറൽ റിസർവ് എന്ന പേരിലൊക്കെ ഉണ്ട് എങ്കിൽ ആ ഫണ്ട് നിർബന്ധമായിട്ടും പുതിയ ആളെ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ പഴയ പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിർബന്ധമായിട്ടും വിതരണം ചെയ്തിരിക്കണം. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രികളും കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫോർ റിസർവ്സ്, റിസർവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. റിസർവ് അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ റിസർവ് ഉണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യണം. സോ ദ ജേണൽ എൻട്രി റിസർവ് അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിസർവ് പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വിതരണം ചെയ്യണം. ജേണൽ എൻട്രി ഇതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന് പകരം അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് വരിക. നേരത്തെ പറഞ്ഞ ജേണൽ എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ലോസ് ആണെങ്കിൽ ഉണ്ടാവുക ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ റിസർവ് ആണെങ്കിലും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് ആണ് ചെയ്യുക. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. നമ്പർ 1, ഹൗ വിൽ യു ഡീൽ വിത്ത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ? അഡ്മിഷൻ ഓഫ് എ പാർട്ണർ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ലോസും കൈകാര്യം ചെയ്യുക? അതാണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. സെക്കൻഡ്, ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ഡിനോട്ട്സ്. ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് ലോസ്, റിവാലുവേഷൻ ലോസ്, ജനറൽ റിസർവ്. ഏതാണ് ആൻസർ? ആൻസർ ബി, അക്യുമുലേറ്റഡ് ലോസ്. ലോസ് ആവുമ്പോഴാണ് ഡെബിറ്റ് ബാലൻസ് ആവുക. ആൻഡ് 3, അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ജനറൽ റിസർവ് ഷുഡ് ബി. അഡ്മിഷൻ ഓഫ് പാർട്ണറുടെ സമയത്ത് ജനറൽ റിസർവ് എന്താണ് ചെയ്യുക? ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്, ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്, അലൗഡ് റിമൈൻസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, ഡെബിറ്റഡ് ടു കറണ്ട് അക്കൗണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് ആൻസർ? Answer B, credited to capital account of old partners. Next question, Rajinder and Surender are partners in a firm sharing profits in the ratio of 4:1. On April 15, 2017, they admit Narendra as a new partner. On that date, there was a balance of rupees 20,000 in general reserve,
and a debit balance of rupees 10,000 in the profit and loss account of the firm. Pass necessary journal entries regarding adjustments of a accumulate profit or loss. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ജേണൽ എൻട്രി എഴുതുക നമുക്ക് നോക്കാം. ഇവിടെ ജനറൽ റിസർവ് 20,000ഉം പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് ബാലൻസ് 10,000ഉം ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിന് ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് പറഞ്ഞാൽ ലോസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത് ജേണൽ എൻട്രി ആയിട്ട് റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം. ഏപ്രിൽ 15 ആദ്യം ജനറൽ റിസർവിൻ്റെ ജേണൽ എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ജേണൽ എൻട്രി ഇതാണ്: ജനറൽ റിസർവ് അക്കൗണ്ട് 20,000 ടു രജീന്ദർ ക്യാപിറ്റൽ അക്കൗണ്ട് 16,000 ടു സുരേന്ദർ ക്യാപിറ്റൽ അക്കൗണ്ട് 4,000. എങ്ങനെയാണ് ജനറൽ റിസർവ് 20,000, 16,000, 4,000 രജീന്ദറിനും സുരേന്ദറിനും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജനറൽ റിസർവ് 20,000 ആയിരുന്നു. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ്. എന്ന് പറഞ്ഞാൽ രജീന്ദറിന് 4/5ഉം സുരേന്ദറിന് 1/5ഉം ആയിരിക്കും. ഈ പഴയ റേഷ്യോയിലാണ് ഇവർ ജനറൽ റിസർവ് വീതിച്ചെടുക്കുക. അപ്പം രജീന്ദർ എന്ന് പറയുന്ന ആൾക്ക് 20,000 ഇൻറ്റു 4/5 ഈക്വൽ ടു 16,000. സുരേന്ദർ എന്ന് പറയുന്ന ആൾക്ക് 20,000 ഇൻറ്റു 1/5 rupees 4,000. അപ്പോൾ രജീന്ദറിന് 16,000ഉം സുരേന്ദറിന് 4,000ഉമാണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ജനറൽ റിസർവ് വീതിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. ജനറൽ റിസർവ് അക്കൗണ്ട് അപ് ടു രജീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സുരേന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടായിരുന്നു 10,000 രൂപ. അതെങ്ങനെയാണ് വീതം വെക്കുന്നത്? അതിന് ജേണൽ എൻട്രി എന്താണെന്ന് നോക്കൂ. രജീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 8,000, സുരേന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 10,000. എങ്ങനെയാണ് ആ ഡിവിഷൻ ഉണ്ടായത് എന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് 10,000 ആണ് എന്ന് പറഞ്ഞാൽ 10,000 ലോസ് ആണ്. അതിനെ വീതം വെക്കുന്നത് ഇവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:1 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് രജീന്ദറിന് 4/5 ആൻഡ് സുരേന്ദർ 1/5. അപ്പോൾ ആ 10,000 എന്ന് പറയുന്ന ലോസിനെ വീതിച്ചെടുക്കുമ്പോൾ രജീന്ദർ 10,000 ഇൻറ്റു 4/5 ഈക്വൽ ടു 8,000, സുരേന്ദർ 10,000 ഇൻറ്റു 1/5 ഈക്വൽ ടു 2,000. അതാണ് ജേണൽ എൻട്രിയിൽ നിങ്ങൾ കാണുന്നത്. രജീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 8,000, സുരേന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 10,000. ഓക്കെ. ഒരു പുതിയ പാർട്ണർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോൾ പ്രധാനമായും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലാബിലിറ്റീസ്. It is always desirable to ascertain whether the assets of the firm are shown in the books at their current values. In case the assets are overstated or understated, these are revalued. Similarly, a reassessment of liabilities also done. പുതിയൊരു പാർട്ണർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോൾ നിലവിലുള്ള അസറ്റ്സും ലാബിലിറ്റീസും ഒന്ന് റീവാല്യൂ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ചില അസറ്റുകളുടെ വാല്യൂ അണ്ടർ സ്റ്റേറ്റഡോ ഓവർ സ്റ്റേറ്റഡോ ഒക്കെ ആയിരിക്കാം, കുറവോ കൂടുതലോ ഒക്കെ ആയിരിക്കാം. അതേപോലെ ചിലപ്പോൾ അൺറെക്കോർഡഡ് അസറ്റ്സോ അൺറെക്കോർഡഡ് ലാബിലിറ്റീസോ ഒക്കെ ഉണ്ടായിരിക്കാം. ഇതൊക്കെ കൃത്യമായി റീവാല്യൂ ചെയ്യുകയും ലാബിലിറ്റീസ് ആണെങ്കിൽ റീഅസസ് ചെയ്യുകയും വേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിൻ്റെ പേരാണ് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ അവസാനത്തിൽ നമുക്ക് റീവാലുവേഷൻ പ്രോഫിറ്റോ ലോസോ ലഭിക്കും. രണ്ടായാലും ഇങ്ങനെ റീവാല്യൂ ചെയ്തതിൻ്റെ പേരിൽ ലാഭമായാലും നഷ്ടമായാലും ദാറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് നിലവിലുള്ള പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. ലാഭമായാലും അത് അവർക്ക് അവകാശപ്പെട്ടതാണ്, നഷ്ടമായാലും അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ അവസാനത്തിൽ whether it is profit or loss, ലാഭമായാലും നഷ്ടമായാലും it should be distributed among the old partners in their old profit sharing ratio. റീവാലുവേഷൻ അക്കൗണ്ടിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ആൾസോ കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് റെക്കോർഡ്സ് ഓൺലി ചേഞ്ചസ് ഇൻ വാല്യൂസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്, നോട്ട് ബുക്ക് വാല്യൂ ഓർ റിയൽ വാല്യൂ. റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും വാല്യൂവിലുണ്ടായ വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ മെഷീനറി ₹10,000 എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പുറത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു മെഷീനറിയുടെ ഇപ്പോഴത്തെ വില 15,000 ആണ്. അതിൻ്റെ അർത്ഥം 10,000 രൂപ ഉണ്ടായിരുന്ന മെഷീനറിയുടെ
വാല്യൂ 15,000 ഉയർന്നിട്ടുണ്ട് എന്നാണ്. ദാറ്റ് മീൻസ് ദ 5,000 റുപ്പീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ആ 5,000 മാത്രമാണ് റിവാലുവേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് റെക്കോർഡ്സ് ഓൺലി ചേഞ്ചസ് ഇൻ വാല്യൂസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, നോട്ട് ബുക്ക് വാല്യൂ ഓർ റിയൽ വാല്യൂ. കൃത്യം വ്യത്യാസം എത്രയാണോ അത് മാത്രമാണ് നമ്മൾ രേഖപ്പെടുത്തുക. ഹെൽപ്സ് ടു ബ്രിങ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഫേം ടു ദ ട്രൂ വാല്യൂ. റിവാലുവേഷൻ അക്കൗണ്ട് അസറ്റിൻ്റെയും ലാബിലിറ്റിൻ്റെയും കൃത്യമായ വില എത്രയാണ് എന്നറിയാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് അറൈസിങ് ഔട്ട് ഓഫ് റിവാലുവേഷൻ. സ്ഥാപനത്തിൻ്റെ അസറ്റും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്യുമ്പം അതിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്നും അറിയാൻ നമ്മെ റിവാലുവേഷൻ അക്കൗണ്ട് സഹായിക്കുന്നു. റിവാലുവേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അസറ്റിൻ്റെ വില ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ്, ജേണൽ എൻട്രി ഇതാണ്: അസറ്റ് അക്കൗണ്ട് അപ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. ബാലൻസ് ഷീറ്റിൽ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ടാവും, താഴെ അഡ്ജസ്റ്റ്മെൻറ്റിലും ഐറ്റംസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും അസറ്റിൻ്റെ വില ബാലൻസ് ഷീറ്റിനേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ കൂടിയത് ആ എമൗണ്ട് മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത് അസറ്റ് അക്കൗണ്ട് അപ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. ഉദാഹരണത്തിന് ബാലൻസ് ഷീറ്റിൽ ബിൽഡിങ്ങിന് 1,00,000 എന്ന് വിചാരിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ വില 1,10,000 ആണ്. അപ്പോൾ 10,000 റുപ്പീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ബിൽഡിംഗ്. അപ്പം ജേണൽ എൻട്രി ഇതാണ്: ബിൽഡിംഗ് അക്കൗണ്ട് അപ് ടു റിവാലുവേഷൻ 10,000 ആൻഡ് 10,000 എന്നാണ് വരിക. സെക്കൻഡ്, ഫോർ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ്. ഇനി അസറ്റിൻ്റെ വില കുറഞ്ഞതാണെങ്കിലോ ജേണൽ എൻട്രി ഇതാണ്: റിവാലുവേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ് അക്കൗണ്ട്. ഉദാഹരണത്തിന് ബാലൻസ് ഷീറ്റിൽ മെഷീനറിയുടെ വില 50,000 ആണ് എന്ന് വിചാരിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു മെഷീനറിയുടെ ഇപ്പോഴത്തെ വില 30,000 ആണ് എന്ന് പറഞ്ഞാൽ 50,000 വിലയുണ്ടായിരുന്ന മെഷീനറി 30,000 ആയിട്ട് കുറഞ്ഞു എന്നാണ്. 20,000 വാല്യൂവിൽ ഡിക്രീസ് ഉണ്ടായി എന്നാണ് അർത്ഥം. ആ സമയത്ത് ജേണൽ എൻട്രി ഇങ്ങനെയാണ് എഴുതുക: റിവാലുവേഷൻ അക്കൗണ്ട് അപ് ടു മെഷീനറി അക്കൗണ്ട് 20,000 ആൻഡ് 20,000. തേർഡ് വൺ, ലാബിലിറ്റിയുടെ കേസ് നോക്കൂ. ഫോർ അപ്രിസിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ലാബിലിറ്റി. ലാബിലിറ്റി എമൗണ്ട് ഉയർന്നാൽ, കൂടിയാൽ ജേണൽ എൻട്രി ഇതാണ്: റിവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ലാബിലിറ്റി അക്കൗണ്ട്. ഉദാഹരണത്തിന് ക്രെഡിറ്റേഴ്സ് എമൗണ്ട് 25,000 ആണ് ബാലൻസ് ഷീറ്റിൽ എന്ന് വിചാരിക്കുക. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു ക്രെഡിറ്റേഴ്സിൻ്റെ വില ഇപ്പോൾ 30,000 ആണ് എന്ന് പറഞ്ഞാൽ 25,000 രൂപ വില ഉണ്ടായിരുന്ന ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലാബിലിറ്റി ഇപ്പം 30,000 30,000 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ 5,000 രൂപയുടെ അപ്രിസിയേഷൻ ഉണ്ടായി, ഇൻക്രീസ് ഉണ്ടായി. ആ സമയത്ത് ജേണൽ എൻട്രി ഇതാണ്: റിവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ₹5,000 ആൻഡ് 5,000. നെക്സ്റ്റ് വൺ, ഫോർ റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ലാബിലിറ്റി. ലാബിലിറ്റിയുടെ എമൗണ്ട് കുറഞ്ഞാലോ ജേണൽ എൻട്രി ഇതാണ്: ലാബിലിറ്റി അക്കൗണ്ട് അപ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. ഉദാഹരണത്തിന് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ലാബിലിറ്റി ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത് 50,000 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു ബാങ്ക് ഓവർഡ്രാഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 40,000 ആണ് എന്ന് പറഞ്ഞാൽ 50,000 നിന്നും 40,000 10,000 രൂപ ഡിക്രീസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സമയത്ത് ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക: ബാങ്ക് ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട് അപ് ടു റിവാലുവേഷൻ അക്കൗണ്ട് 10,000 ആൻഡ് 10,000. നെക്സ്റ്റ് ജേണൽ എൻട്രി 5, ഫോർ ആൻ അൺറെക്കോർഡഡ് അസറ്റ്. ഒരു അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടായാൽ അസറ്റ് ഇൻക്രീസ് ചെയ്തതുപോലെയാണല്ലോ. ഇതുവരെയും എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു അസറ്റ് നമ്മൾ കണ്ടെത്തിയാൽ ആ അസറ്റിൻ്റെ വില കൂടിയെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ജേണൽ എൻട്രി ഇതാണ്: ക്യാഷ് അക്കൗണ്ട് അപ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. 6th വൺ, ഫോർ ആൻ അൺറെക്കോർഡഡ് ലാബിലിറ്റി. ഒരു അൺറെക്കോർഡഡ് ലാബിലിറ്റി നമ്മൾ കണ്ടെത്തിയാൽ ജേണൽ എൻട്രി ഇതാണ്: റിവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്. അവസാനം നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് കണ്ടെത്തും. ആ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ് എന്നാണ്. ഫോർ ട്രാൻസ്ഫർ ഓഫ് ഗെയിൻ ഓൺ റിവാലുവേഷൻ ഇഫ് ക്രെഡിറ്റ് ബാലൻസ്. പ്രോഫിറ്റ് ആണെങ്കിൽ ജേണൽ എൻട്രി ഇതാണ്: റിവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇനി ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പം ഡെബിറ്റ് ബാലൻസ് ആണ് വന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം റിവാലുവേഷൻ ലോസ് ആണെന്നാണ്.
സോ ഫോർ ട്രാൻസ്ഫറിങ് ലോസ് ഓൺ റീവാലുവേഷൻ ജേണൽ എൻട്രി ഇതാണ്: ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ജേണൽ എൻട്രികൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഇനി ഏതൊക്കെ ഐറ്റംസ് ഏത് സൈഡിലാണ് എഴുതി വെക്കുക എന്ന് നോക്കാം. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ, അസറ്റിൻ്റെ വില കൂടിയതാണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതി വെക്കേണ്ടത്. ഇനി അസറ്റിൻ്റെ വില കുറഞ്ഞതാണ് എങ്കിൽ, ഡിക്രീസ് ചെയ്തതാണ് എങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതി വെക്കേണ്ടത്. ഒരിക്കൽ കൂടി, അസറ്റിൻ്റെ വില കൂടിയതാണ് എങ്കിൽ ക്രെഡിറ്റ് സൈഡിലും, അസറ്റിൻ്റെ വില കുറഞ്ഞതാണ് എങ്കിൽ ഡെബിറ്റ് സൈഡിലുമാണ് എഴുതി വെക്കേണ്ടത്. ഇനി ലാബിലിറ്റിയുടെ കേസ് നോക്കാം. ലാബിലിറ്റി കുറഞ്ഞതാണെങ്കിൽ, ഡിക്രീസ് ചെയ്തതാണ് എങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതി വെക്കേണ്ടത്. ഇൻക്രീസ് ചെയ്തതാണ് എങ്കിൽ ഡെബിറ്റ് സൈഡിലുമാണ് എഴുതി വെക്കേണ്ടത്. അസറ്റ് എഴുതിയതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാബിലിറ്റീസിൻ്റെ കേസ്. ലാബിലിറ്റീസ് ഡിക്രീസ് ചെയ്തതാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും, ഇൻക്രീസ് ചെയ്തതാണ് എങ്കിൽ ഡെബിറ്റ് സൈഡിലുമാണ് എഴുതി വെക്കേണ്ടത്. ഇനി ഏതെങ്കിലും അൺറെക്കോർഡഡ് അസറ്റ് കണ്ടെത്തിയാൽ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കുക. അൺറെക്കോർഡഡ് ലാബിലിറ്റി ആണ് എങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കുക. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ബാലൻസ് കണ്ടെത്താം. ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ പ്രോഫിറ്റ് ഓൾഡ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അതല്ല, ഡെബിറ്റ് ബാലൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം റീവാലുവേഷൻ ലോസ് ആണെന്നാണ്. അതും ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതിച്ചു കൊടുക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ചുണ്ടാവില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. നേരത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്. കാസ്ട്രോ ആൻഡ് ക്ലിൻറ്റൺ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. ദെയർ ബാലൻസ് ഷീറ്റ് വാസ് ആസ് ഫോളോസ്. താഴെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അസറ്റ് സൈഡ്: ക്യാഷ് ഇൻ ഹാൻഡ് ₹7,000, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ₹15,000, ഡെപ്റ്റേഴ്സ് ₹26,000, building ₹20,000, machinery ₹13,000, stock ₹6,000. Liability side: creditors ₹10,000, bills payable ₹7,000, capitals: Castro 40,000, Clinton 30,000, total on outer column 70,000, balance sheet total 87,000. Kathy is admitted as a partner and assets were revalued and liabilities are reassessed as follows. Number 1, create a provision for doubtful debt on debtors at ₹800. Number 2, building and investment are appreciated by 10%. Number 3, machinery is depreciated at 5%. Number 4, creditors were overestimated by ₹500. Before the admission of Kathy, how will you treat revaluation of assets and liabilities and make necessary journal entry? ഈ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഒരുപാട് അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇപ്പോൾ ബിൽഡിങ്ങിന്, മെഷീനറിക്ക്, ക്രെഡിറ്റേഴ്സിന് പോലെയുള്ള അസറ്റിനും ലാബിലിറ്റീസിനൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൻ്റെ വാല്യൂവിൽ സംഭവിച്ചത് എന്ന കൃത്യമായ വിവരണവും തന്നിട്ടുണ്ട്. നമ്മോട് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി പാസ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസറിലേക്ക് പോവാം. ആദ്യം ജേണൽ എൻട്രി ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ₹800. 800 രൂപ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് 800 രൂപ കുറയും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അസറ്റ് ഡിക്രീസ് ചെയ്താൽ നമ്മുടെ ജേണൽ എൻട്രി ഇതായിരുന്നു: റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 800 and 800. ഒന്നാമത്തെ ജേണൽ എൻട്രി അതാണ്. ദെൻ സെക്കൻഡ്, റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു മെഷീനറി അക്കൗണ്ട് 650 and 650.
ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെഷീനറി ഡിപ്രിസിയേറ്റഡ് അറ്റ് 5% എന്ന് പറഞ്ഞിട്ട് മെഷീനറിയുടെ വില 5% ഡിപ്രിസിയേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മെഷീനറിയുടെ വില 5% കുറഞ്ഞു എന്നാണല്ലോ അർത്ഥം. നേരത്തെ മെഷീനറിയുടെ വില 13,000 ആയിരുന്നു. അതിൻ്റെ 5% എന്ന് പറയുമ്പം 650 ആണ്. 650 രൂപ മെഷീനറിയുടെ വില കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അസറ്റ് ഡിക്രീസ് ചെയ്താൽ നമ്മൾ ജനറൽ എൻട്രി ഇങ്ങനെയായിരുന്നു: റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു മെഷീനറി അക്കൗണ്ട് 650 ആൻഡ് 650. അടുത്ത ജനറൽ എൻട്രി ഇതാണ്: ബിൽഡിംഗ് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു ബിൽഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രീസിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും വാല്യൂ 10% അപ്രീസിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 10% വാല്യൂ കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിൽഡിങ്ങിൻ്റെ വില 20,000 ആയിരുന്നു. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2,000 വാല്യൂ ഇൻക്രീസ് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വില 15,000 ആയിരുന്നു. അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1,500 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതാണ് ജനറൽ എൻട്രി. അസറ്റിൻ്റെ വില ഇൻക്രീസ് ചെയ്താൽ ജനറൽ എൻട്രി ഇതായിരുന്നു: ബിൽഡിംഗ് അക്കൗണ്ട് 2,000, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 1,500, ടു റിവാലുവേഷൻ അക്കൗണ്ട് 3,500. ക്രെഡിറ്റേഴ്സ് ഓവർ എസ്റ്റിമേറ്റഡ് ബൈ ₹500 എന്ന് ക്വസ്റ്റനിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് 500 രൂപ ഓവർ എസ്റ്റിമേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ 500 രൂപ ക്രെഡിറ്റേഴ്സിൽ നിന്നും കുറയുമെന്നാണ് അർത്ഥം. ലാബിലിറ്റി ആണ് ക്രെഡിറ്റേഴ്സ്. ലാബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ജനറൽ എൻട്രി ഇതായിരുന്നു: ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു റിവാലുവേഷൻ അക്കൗണ്ട് 500 ആൻഡ് 500. അങ്ങനെ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുക. ആ പ്രോഫിറ്റ് 800 ആണ് കിട്ടിയത്. അതെങ്ങനെയാണ് വീതം വെക്കുന്നത് എന്ന് നോക്കാം. ലാഭം കിട്ടിയാൽ വീതം വെക്കേണ്ട ജനറൽ എൻട്രി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2:1 എന്നുള്ളതാണ് ഇവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ 800 രൂപ എന്ന് പറയുന്ന ലാഭത്തിനെ 2:1 എന്ന് പറഞ്ഞാൽ 2/3 ആൻഡ് 1/3 എന്ന് പറയുന്ന രീതിയിൽ വീതം വെക്കുമ്പോൾ കാസ്ട്രോക്ക് 450 രൂപയും ക്ലിൻറ്റന് 320 രൂപയുമാണ് കിട്ടുക. അത് ജനറൽ എൻട്രി ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. റിവാലുവേഷൻ അക്കൗണ്ട് ആഫ്റ്റർ 800 ടു കാസ്ട്രോസ് ക്യാപിറ്റൽ അക്കൗണ്ട് 480 ടു ക്ലിൻറ്റൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് 320. ഓക്കെ, ഇനി ഇതിൻ്റെ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇതിലെ ഓരോ ഐറ്റവും ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 800 രൂപ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റിനെ ഡിക്രീസ് ചെയ്യുകയാണ്. അസറ്റിൻ്റെ വില കുറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. സോ അവിടെ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് 800 എന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി മെഷീനറി 650 എങ്ങനെയാണ് ഡെബിറ്റ് സൈഡിൽ വന്നത് എന്ന് നോക്കാം. മെഷീനറി 5% ഡിപ്രിസിയേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നു നമ്മൾ. എന്ന് പറഞ്ഞാൽ 650 രൂപ വില കുറഞ്ഞു മെഷീനറിയുടെ. അസറ്റിൻ്റെ വില കുറഞ്ഞാൽ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതി വെക്കുക. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ മെഷീനറി 650 എന്ന് എഴുതി വെച്ചു. ബിൽഡിംഗ് ₹2,000 എന്ന് ക്രെഡിറ്റ് സൈഡിലാണ് കാണുന്നത്. കാരണം ബിൽഡിങ്ങിൻ്റെ 10% അപ്രിസിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിൽഡിങ്ങിൻ്റെ വില 20,000 ആണ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2,000 രൂപ കൂടി. അസറ്റിൻ്റെ വില കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. സോ ബിൽഡിംഗ് 2,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ₹1,500 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റിനും 10% അപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 15,000 രൂപ വിലയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10% വില കൂടി എന്ന് പറയുമ്പോൾ 15,000ൻ്റെ 10% 1,500 രൂപയാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് 1,500 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റേഴ്സ് ₹500 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റേഴ്സ് 500 രൂപ ഓവർ എസ്റ്റിമേറ്റഡ് ആണ് എന്ന് പറഞ്ഞതിനാൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലാബിലിറ്റി 500 രൂപ കുറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റേഴ്സ് ₹500 എന്ന് എഴുതി വെച്ചു. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ 4,000 എന്ന് എഴുതി. ഡെബിറ്റ് സൈഡിൽ ആണ് ബാലൻസിങ് ഫിഗർ ഉണ്ടാവുക 2,550. ദിസ് ഈസ് റിവാലുവേഷൻ പ്രോഫിറ്റ്. ആ സ്ഥാപനത്തിൻ്റെ അസറ്റുകളും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്തപ്പോൾ കിട്ടിയ ലാഭമാണ് 2,550. ആ 2,550 രൂപ നിലവിലുള്ള പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും. അത് 2:1 എന്നുള്ളതാണ് റേഷ്യോ. കാസ്ട്രോ 1,700, ക്ലിൻറ്റൺ 850. അങ്ങനെയാണ് വീതം വെച്ച് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. റിവാലുവേഷൻ പ്രോഫിറ്റ് 2,550 രൂപയായിരുന്നു. ആ 2,550 രൂപ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 എന്നാണ്. ആ രീതിയിൽ വീതം വെക്കുമ്പോൾ കാസ്ട്രോ 2,550 ഇൻറ്റു 2/3 1,700. ക്ലിൻറ്റൺ 1/3 ആണ് ഇയാളുടെ ഷെയർ. അതുകൊണ്ട് 2,550 ഇൻറ്റു 1/3 850.
അങ്ങനെയാണ് കാസ്ട്രോയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 1700 ക്ലിൻ്റൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 850 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടാവുമ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓർ റിസർവ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത്. ആൻഡ് സെക്കൻഡ്, രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെന്റ് ഓഫ് ലാബിലിറ്റീസ്. അസറ്റും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന് ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ്, റീവാലുവേഷനിൽ പ്രോഫിറ്റോ ലോസോ ഉണ്ടായാൽ അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെയുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട 2 ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.